ഈസ്റ്ററിനും ക്രിസ്മസിനൊക്കെ അപ്പത്തിൻ്റെയോ വട്ടയപ്പത്തിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാനായിട്ട് അടിപൊളി രുചിയിലുള്ള താറാവ് മപ്പാസ് എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ 1 കിലോ താറാവ് എടുത്തിട്ടുണ്ട്. തൊലിയോട് കൂട്ടുള്ള താറാവാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താറാവിൻ്റെ പീസസ് ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കാം. ഈ താറാവ് എപ്പോഴും തൊലിയോട് കൂടി എടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക കേട്ടോ. നമ്മളിവിടെ മപ്പാസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ വേണം. ഞാനിവിടെ ഇപ്പോൾ 1.5 കപ്പ് മൂന്നാം തേങ്ങാപ്പാൽ, അതും ഒരു തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള തേങ്ങാപ്പാലൊക്കെ ഞാൻ പ്രിസർവ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് അടുത്ത സ്റ്റേജിലാണ് നമുക്കിനി ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നാടൻ താറാവാണെങ്കിൽ 3 മുതൽ 4 വിസിൽ വരെ വേണം. അതേസമയം ബ്രോയിലർ താറാവാണെങ്കിൽ 1 വിസിൽ മതിയാവും. ഇനി ഒരു മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തൊന്ന് എടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 3 കഷ്ണം കറുവപ്പട്ട, 2 ഏലക്കായ, 4 ഗ്രാമ്പു, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ചെറുതീയിൽ വെച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ താറാവ് വേവിച്ചപ്പോൾ അതിൽ നിന്ന് ഊറി വന്നിട്ടുള്ള നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാം. പക്ഷേ നെയ്യിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു മപ്പാസിന് ഉണ്ടാവുക. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 3 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ചതച്ചത്, ഇത്ര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 2 കപ്പ് ചുവന്നുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇത്രയും കൂടി ചേർത്ത് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മസാല, ഇത് ഏകദേശം ഒരു 2.5 ടീസ്പൂൺ വരും. ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മസാലയുടെ പച്ചമണക്കൊന്ന് പോയി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള താറാവ് അതിലുള്ള ചാറോട് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ മസാലയിലേക്ക് താറാവ് ചേരുമ്പോൾ നല്ലൊരു മണമായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വലുപ്പത്തിലുള്ള ക്യൂബ്സ് ആക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 3.5 കപ്പ് രണ്ടാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന സെയിം തേങ്ങയുടെ പാല് തന്നെയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ താറാവ് വെന്ത് ഉടയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത്രയും സമയം വരെ പ്രഷർ കുക്കറിൽ വെച്ച് വേവിക്കരുത്. ഈ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തലപ്പാൽ ചേർത്ത് കൊടുക്കാം. ഈ തലപ്പാൽ കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് ഒന്ന് അത്യാവശ്യം ഒന്ന് കുറുകിയൊക്കെ വരുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിൻ്റെ മീതെ നമുക്കൊന്ന് തൂവി കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഈ പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും ഈ ഒരു മപ്പാസിനുണ്ടാവുക. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് മിനിമം ഒരു 15 മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം സെർവ് ചെയ്യാനായിട്ട്. ഈ ഒരു താറാവ് മപ്പാസ് ഇരിക്കുന്തോറും നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഈ ഒരു ഡക്ക് മപ്പാസ് അപ്പം, ഇടിയപ്പം, വട്ടയപ്പം, കള്ളപ്പം അങ്ങനെ എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു കിടിലൻ ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.